നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മില്യൻസ് വ്യൂ ഷോർട്ട് വീഡിയോസിൽ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ മില്യൻസ് വ്യൂവിനൊത്ത ഏണിങ്സ് ഒരിക്കലും ഷോർട്ട് വീഡിയോസിൽ നിന്ന് പല ആളുകൾക്കും കിട്ടുന്നില്ല. പല ആളുകൾക്കും നല്ല ആർക്കും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പലരും യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നല്ല റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏണിങ്സ് വളരെ കുറവാണ്. യൂട്യൂബ് തന്നെ പറയുന്നത് ഷോർട്ട് വീഡിയോസിൽ നിന്നും പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഷോർട്ട് വ്യൂസിനെ ഏണിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു മിനിമം 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് സംഭവം എന്ന് പറയാം. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസിന് വ്യൂ കൂടുതലുണ്ട്, പക്ഷെങ്കിൽ ഏണിങ്സ് കുറവാണ്. ഇതാണല്ലോ പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് യൂട്യൂബ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. അതായത് യൂട്യൂബിന്റെ പുതിയൊരു ഫീച്ചറിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. യൂട്യൂബ് വീഡിയോകളിൽ നമുക്ക് ലോങ് വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലും ഒക്കെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് പറ്റും. യൂട്യൂബിന്റെ ത്രൂ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. മിന്ത്ര അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മുടെ വീഡിയോകളിൽ ടാഗ് ചെയ്ത് സെല് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ പ്രൊഡക്റ്റ് ടാഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ യൂട്യൂബ് ലോഞ്ച് ചെയ്തിട്ട് അധികം ദിവസമൊന്നും ആയില്ല. അപ്പം യൂട്യൂബ് മാക്സിമം ഈ ഒരു സംഭവം ഈ ഒരു അഫിലിയേറ്റ് പരിപാടിയെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂട്യൂബിൽ വ്യൂ കിട്ടുന്നുണ്ട്, പക്ഷേ ഏണിങ്സ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൽ പ്രൊഡക്റ്റുകൾ മാക്സിമം ടാഗ് ചെയ്യുക. അതായത് നിങ്ങൾ ആ ഷോർട്ട് വീഡിയോസിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടിട്ട് ഏതെങ്കിലും കുറെ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. നിങ്ങളുടെ വീഡിയോ പ്രൊഡക്റ്റ് ടാഗിങ്ങിന് പറ്റിയ വീഡിയോ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിൽ നിന്ന് ഏണിങ്സ് മോണിറ്റൈസേഷനിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീഡിയോകളിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ആളുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അഫിലിയേറ്റ് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു മാർഗ്ഗമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്കുള്ളിൽ അങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. നിങ്ങൾ ടാഗ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചില ഷോർട്ട് വീഡിയോ ചാനലുകളിൽ മില്യൻസ് വ്യൂ വരുന്ന ചാനലുകളുണ്ട്. അവർ ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂ ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ ഷോർട്ട് വീഡിയോ ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോയിൽ നിന്ന് മോണിറ്റൈസേഷൻ ഏണിങ്സും ഇല്ല. ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ പ്രൊഡക്റ്റ് ടാഗുകൾ ചെയ്യുക. അതേപോലെ തന്നെ യൂട്യൂബ് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തുകൊണ്ടുള്ള യൂട്യൂബ് ഷോർട്ട് വീഡിയോകളിൽ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കാളും 23% വ്യൂവേഴ്സ് കൂടുതൽ എൻഗേജിങ് ആകുന്നുണ്ട്. അതായത് സാധാരണ ഉള്ള വീഡിയോയെക്കാളും 23% ആളുകൾ കൂടുതൽ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത വീഡിയോകൾ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് ടാഗുകൾ ചെയ്ത വീഡിയോകൾ വന്ന് ആളുകൾ സെർച്ച് ചെയ്ത് കാണുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്കറിയാവുന്ന കാര്യമാണ്, യൂട്യൂബ് എന്ത് പുതിയ ഒരു ഫീച്ചർ കൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഫീച്ചറിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യും, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കും. ഉദാഹരണത്തിന് ഈ ഷോർട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചർ വന്ന സമയത്ത് യൂട്യൂബ് ഏത് രീതിയിലാണ് ഇതിനെ ബൂസ്റ്റ് ചെയ്തതെന്ന് ആ സമയത്ത് ഷോർട്സ് ഇട്ട ആളുകൾക്ക് അറിയാം. മനസ്സിലായോ? അപ്പോൾ അതേപോലെ തന്നെ യൂട്യൂബ് ഏറ്റവും കൂടുതൽ ഇപ്പം ബൂസ്റ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ പ്രൊഡക്റ്റ് ടാഗിങ്. അപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുള്ള വീഡിയോകൾ, ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ യൂട്യൂബ് ഇന്ത്യ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. 23% വ്യൂവേഴ്സ് ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത വീഡിയോകളിൽ സാധാരണയെക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെന്നാണ് യൂട്യൂബ് തന്നെ പറയുന്നത്. അതുപോലെ യൂട്യൂബ് മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടിടുന്ന വീഡിയോകളുണ്ടല്ലോ, ഷോർട്ട് വീഡിയോസ്, അതിനേക്കാളും കൂടുതൽ റീച്ചിലേക്ക് ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് പോകുന്നതെന്നാണ് യൂട്യൂബ് തന്നെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു കാര്യം ഇപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആ ഒരു കാര്യം ട്രൈ ചെയ്താതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ തന്നെ ചെയ്യുക. അതിൽ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് വിടുക. നിങ്ങൾക്ക് കൂടുതൽ റീച്ചിലേക്ക് നിങ്ങളുടെ വീഡിയോസിനെ എത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷനും നിങ്ങളുടെ യൂട്യൂബ് ഏണിംഗ് സെക്ഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ടാഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ യൂട്യൂബ് മറ്റൊരു ഫീച്ചർ കൂടെ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. യൂട്യൂബ് ഷോർട്സിന്റെ ഓഡിയോ ലൈബ്രറിയിൽ ഷോപ്പിംഗ് സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷനോട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന വീഡിയോകളിൽ നമുക്ക് ഷോപ്പിംഗ് സൗണ്ട്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീച്ചറൂടെ യൂട്യൂബ് അധികം താമസിക്കാതെ തന്നെ ലോഞ്ച് ചെയ്യും. അപ്പോൾ എന്തായാലും യൂട്യൂബ് നല്ല രീതിയിൽ ഈ ഒരു സംഭവത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൂടുതൽ റീച്ചിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയുക. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് മറക്കാതെ ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ടെലഗ്രാം ചാനലിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.